CPM-നെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ശശി തരൂർ. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ചിത്രമുള്ള പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത്. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്നാണ് പോസ്റ്റിലുള്ളത്. KPCCയുടെ ഔദ്യോഗിക പേജിൽ വന്ന പോസ്റ്റാണ് തരൂർ ഷെയർ ചെയ്തിരിക്കുന്നത്. അമൽ തേനമറമ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഞാൻ തരൂരിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നു. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളുടെ പോസ്റ്റർ, അദ്ദേഹത്തിന്റെ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം അദ്ദേഹം ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ പോസ്റ്റുകൾ പൊതുവെ കുറവാണ്. രാഷ്ട്രീയ പോസ്റ്റുകൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ തരൂർ അതിന് നിർബന്ധിതനാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും പാർട്ടി ഒന്നടങ്കം തള്ളിപ്പറയുകയാണ് തരൂരിന്റെ നിലപാട് ഇന്നലെ ഒരു അല്പം മയപ്പെടുത്തിയിരുന്നു. പക്ഷേ പറഞ്ഞ പ്രസ്താവനകളൊന്നും പിൻവലിക്കാൻ തരൂർ തയ്യാറായതുമില്ല. തരൂർ എവിടെയെങ്കിലും പറഞ്ഞതാണെങ്കിൽ പിന്നീട് അത് മാറ്റി പറയാമായിരുന്നു. ഇത് പക്ഷേ എഴുതിക്കൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതവിടെ കിടക്കുന്നുണ്ട്. ഈ തരൂർ സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നുള്ള നിലയ്ക്കൊക്കെ പുകഴ്ത്തി പറഞ്ഞ ആ വിഷയത്തിലെ എഴുത്തൊക്കെ അവിടെ കിടക്കുകയാണ്. അതൊക്കെ തൊട്ട് താഴെ ഇപ്പോൾ കിടക്കുന്ന പോസ്റ്റിന് കുറച്ച് താഴേക്ക് തൂത്തുപോയാൽ ആ പോസ്റ്റും കൂടി അവിടെ ഉണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCCയുടെ ഔദ്യോഗിക പേജിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ കാണുന്നത്. ആ കാണുന്ന പോസ്റ്റിൽ പറയുന്നത് CPM നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ചിത്രവും പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ സജീവ ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ശശി തരൂർ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ഈ പോസ്റ്റിൻ്റെ കമൻറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ശശി തരൂരിനെതിരെ, കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം തരൂരിനെതിരെ രംഗത്തെത്തുന്നതാണ് ആ പോസ്റ്റിൻ്റെ അടിയിലെ കമൻറ്റുകൾ. ശരത് ലാലും കൃപേഷും ഇടിമിന്നലേറ്റ് മരിച്ചതല്ല, അവരെ കൊലപ്പെടുത്തിയതാണ് CPM-കാർ. അത് താങ്കൾക്ക് തിരിച്ചറിവുള്ള കാര്യമല്ലേ? എന്നിട്ടാണ് താങ്കൾ അവരെ കഴിഞ്ഞ ദിവസം പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടവരാണ് എന്നുള്ള കമന്റ് ബോക്സ് മുഴുവൻ നിറയെ ആ രീതിയിലുള്ള കമന്റുകളാണ്. ശരി.